ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഇനി ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാണുന്നവരെല്ലാം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കാണാത്തതുകൊണ്ട് അവൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നാലും ഹീറോയിൻ ഫോൺ എടുത്ത് തിരികെ വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ പേപ്പറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അയാൾ അവിടേക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിനോട് അയാൾ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ഇത് കണ്ടുകൊണ്ട് നേരെ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇയാളും ഹീറോയും തമ്മിൽ അവിടെ വലിയൊരു സ്റ്റണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ സ്റ്റണ്ടിനിടയിൽ മേളിൽ നിന്ന് കുറെ കമ്പികളൊക്കെ വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് ഹീറോയുടെ മേലേക്ക് വീഴുന്നുള്ള കാര്യം അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ മാറ്റിയിട്ട് അവൾ അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കമ്പിയെല്ലാം വീണിട്ട് നമ്മുടെ ഹീറോയിന്റെ തല മുറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ച് തന്നെ ഹീറോ ആംബുലൻസ് ഒക്കെ വിളിച്ച് നേരെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോകും, ഞാനിപ്പോൾ സ്വർഗ്ഗമൊക്കെ കാണുന്നുണ്ട്, ഞാൻ മരിച്ചു പോകും, എനിക്ക് ഉറപ്പാണ് ഞാൻ മരിച്ചു പോകുന്നൊക്കെ കരഞ്ഞു കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ ആണെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ല, നീ നോക്കിയായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേ, ഇത്തിരി ചെറിയ മുറിവാണ്, നിനക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അന്നേരം അവള് ഞാൻ മരിച്ചു പോകും, ഞാൻ ഇപ്പം മരിച്ചു പോകും, പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്നറിയാവോ, എനിക്ക് നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആകണം, മാത്രമല്ല നിങ്ങളെ ഹഗ് ചെയ്യണം, നിങ്ങളെ കിസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ഈ ജന്മം മുഴുവനും ജീവിക്കണമെന്നാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. പക്ഷെ അത് നടക്കാതെ ഞാൻ മരിച്ചു പോകാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇപ്പം മരിച്ചു പോകും, ഞാൻ സ്വർഗ്ഗമൊക്കെ കാണുന്നുണ്ട്, ഞാൻ ദൈവത്തെയും കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കലപിലാന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഹീറോ വന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കേ, ഞങ്ങളൊക്കെ നിന്റെ അടുത്തില്ലേ, മാത്രമല്ല ഇത് ചെറിയൊരു മുറിവാണ്, പിന്നെ ബ്ലഡ് പോയിട്ടുണ്ടെന്ന് മാത്രം, നീ പറയുന്ന ഒന്ന് മനസ്സിലാക്കാന്ന് പറയുമ്പോഴും അവളാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, എനിക്കറിയാം ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതിന് മുന്നേ നിന്റെ വായിൽ നിന്ന് എനിക്ക് ഒരേ ഒരു കാര്യം കേട്ടാൽ മതി, ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ആകാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ആണെങ്കിൽ എനിക്കതിനൊന്നും പറ്റത്തില്ല, ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലാതെ എനിക്ക് നിന്നോട് ഒരു സോഫ്റ്റ് കോർണറും ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ പിന്നെയും പ്ലീസ് നിങ്ങൾ അത് എന്നോട് പറയും പ്ലീസ്, ഞാൻ ഇപ്പം മരിച്ചു പോകും, മരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വാളിൽ നിന്ന് എനിക്ക് അത്രയും ഒന്ന് കേട്ടാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ കണ്ണടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്ന ഹീറോയ്ക്ക് ആകെ പേടി തോന്നിയിട്ട് അയ്യോ നീ കണ്ണു തുറക്ക്, ശരി നമുക്ക് തമ്മിൽ പ്രണയിക്കാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് കിസ് ചെയ്യാം, നമുക്ക് ഹഗ് ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഹീറോയിൻ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ സീൻ കട്ട് ചെയ്ത് നേരെ വരുന്നത് ഇപ്പം നമ്മുടെ ഹീറോയിനും കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുറിവെല്ലാം ഓക്കെ ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വരുന്ന സമയത്തായിരുന്നു ഹീറോ അവളോട് അതൊരു ചെറിയ മുറിവായിരുന്നു, അതിന് നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്, ഇപ്പം മരിച്ചു പോകും എന്നൊക്കെയല്ലേ കടന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് ആ സിറ്റുവേഷനിൽ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവള് അല്ല ഞാൻ അവസാനം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന് സമ്മതം മൂളി എന്നോട് ഓക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ അവനും ഏത് കാര്യമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ നിങ്ങൾ വെറുതെ പറയണ്ട, നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം, നമുക്ക് തമ്മിൽ പ്രണയത്തിലാവാന്നും കിസ് ചെയ്യാന്നും ഹഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞ കാര്യം അത് നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തല്ലേ അങ്ങനെയൊക്കെ ചെയ്യാന്ന്, പക്ഷേ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ അന്നേരം നിന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാ, അല്ലാതെ ഒരിക്കലും നിന്നെ പ്രണയിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയിൻ അവിടെ നിന്നിട്ട് പ്രോമിസൊക്കെ ഇവൻ ഇത്രയും വിലയേ ഉള്ളൂ, ഇവനെന്താ എൻ്റെ പ്രണയം ഒരു കളിതമാശയായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു നടന്നുപോയ ഹീറോ തിരികെ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നത് കേട്ടോ. ഹീറോയിനൊക്കെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്കതാകെ ഷോക്കായിരുന്നു. എന്തായാലും അവളൊന്നും മിണ്ടാതെ വീട് വരെ നടന്നെത്തി. അന്നേരമായിരുന്നു ഹീറോ അവളോടൊരു കാര്യം പറഞ്ഞിരുന്നത്, നമ്മൾ പ്രണയത്തിലാവുന്നത് കൊണ്ടോ എനിക്ക് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അതൊരിക്കലും നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തരുത്, ഹോസ്പിറ്റൽ കാര്യങ്ങൾ വേറെ, നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് വേറെ, അത് കാരണം ഞാനും നീയും തമ്മിൽ ഇന്നു മുതൽ ഇഷ്ടത്തിലായല്ലോ, അതെന്തായാലും വേറെ ആരും അറിയരുതെന്നും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നീ അങ്ങനത്തെ ഒരു രീതിയിൽ എന്നോട് പെരുമാറരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇവൻ ഈ പറയുന്നത് സത്യം തന്നെയാണോ എന്നുള്ള കൺഫ്യൂഷനിലൊന്നും മനസ്സിലാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്നാലും അവനെ ഒന്ന് കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് വന്നിരുന്നത്. ആ സമയത്തായിരുന്നു ഹീറോ അവളോടൊരു കാര്യം പറഞ്ഞിരുന്നത്, ഈ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സായിരിക്കുന്ന ഒരാളുടെ മകന് എന്തോ ഹാർട്ട് ഡിസീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സർജറി ഉടനെ വേണ്ടി വരും, നീ വേണമെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടിരുന്നോ, പക്ഷെ അതിന് വേണ്ടിയിട്ട് നീ ഒരുപാട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും അതിനോക്കെ പറയുന്നുണ്ട്. അന്ന് മുതൽ അവൾ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇനി അവളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാകുന്നുള്ള രീതിയിലായിരുന്നു അവളത് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ആ നേഴ്സിന്റെ മകനായ അവനോടും അവൾ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കാണുന്ന ആ നേഴ്സ്, അതായത് ഈ ചെക്കൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്തോ ഒരു പേടി തോന്നിയിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട്
ഞാൻ പറയുന്നത് ശരിയാണോന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മകൻ്റെ സർജറി ഡോക്ടറാണ് നടത്താനായിട്ടിരിക്കുന്നത്. അത് കാരണം എനിക്ക് ഈ കാര്യം വേറെ ആരോടും പറയാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ. വന്ന നേഴ്സ് നല്ല നേഴ്സ് അല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെയും അവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് കാരണം അവളെ ദേവി ചെയ്ത് എൻ്റെ മോൻ്റെ സർജറിക്ക് നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് നിർത്തരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ തിരിച്ച് അവളോട് അങ്ങനെയൊന്നുമല്ല, അവൾ നല്ലപോലെ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പിന്നെയും ഡോക്ടർ പ്ലീസ്, എൻ്റെ മകൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ ഒരു നേഴ്സായിട്ട് നിങ്ങൾ കാണണ്ട, ഒരു അമ്മ എന്ന രീതിയിലുള്ള ഒരു പേടി കൊണ്ടാണ് ഞാനിത് പറയുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് അവൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മുടെ ഹീറോയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവനും അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നേഴ്സായിരിക്കുന്ന അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ച് നിർത്തിയിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ മോൻ്റെ സർജറിക്ക് അസിസ്റ്റൻ്റായിട്ട് നീ വേണ്ടാന്നും വേറൊരു നേഴ്സിനെ അവിടേക്ക് ഡോക്ടർ ആക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നുള്ള ആലോചനയിലായിരുന്നു അവൾ. എന്തായാലും ഇത് അവനോട് ചോദിക്കാൻ വേണ്ടി തന്നെ നേരെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ പോയിട്ട് നിങ്ങൾക്കറിയാലോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തുമാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്തെന്ന്, എന്നിട്ട് എന്തിനാ നിങ്ങൾ എന്നെ മാറ്റിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ മൗനം ഇവളെ കുറേ കൂടെ സങ്കടവും ദേഷ്യവും ഒക്കെ പെടുത്തിയിട്ട് നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ചെയ്തത്, എന്നിട്ട് നിങ്ങൾ എന്നെ ഇത്രയും വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ആ ഡോക്ടറില്ലേ, അവനും വന്നിരിക്കുന്നുണ്ട്. സങ്കടങ്ങളെല്ലാം അവനോട് ഷെയർ ചെയ്യുന്ന സമയത്തായിരുന്നു അവൻ അവളോട് സത്യം പറഞ്ഞിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നിന്നെ ആ സർജറിയിൽ നിന്ന് മാറ്റിയത് അവനല്ല, ആ നേഴ്സ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. വേറൊരു വഴിയില്ലല്ലോ, അവരുടെ മകൻ്റെ സർജറിയില്ലേ, അത് കാരണം ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റിയില്ല. അല്ലാതെ അവൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ഒരുപാട് കുറ്റബോധം തോന്നിയിട്ട് അയ്യോ ഞാനൊന്നും മനസ്സിലാക്കാതെ അവൻ എന്തുമാത്രമോ പറഞ്ഞെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടത്തിൽ എന്തായാലും അവനോട് പോയി സോറി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയം ആ ചെക്കന് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു. അങ്ങനെ ഡോക്ടറും നഴ്സുമാരും എല്ലാവരും ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പുറത്ത് ആ ചെക്കൻ്റെ അമ്മയായിരുന്നു ആ നേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിൻ അത് നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവന് സർജറി നടത്താൻ പറ്റാതെ ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ഇവള് കാണുന്നത്. ശരിക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓക്സിജൻ മാസ്ക് ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും അവന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ വരുന്നെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും അവർക്കാർക്കും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ആലോചിച്ചിരുന്നത്. ഈ സർജറിക്ക് മുന്നേ വരെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ചെക്കനെ ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അന്നേരം അവനാണെങ്കിൽ തൊണ്ടവേദനയാണെന്നും ജലദോഷാണെന്നും ശ്വാസമൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വിക്സ് മിഠായിയൊക്കെ കഴിക്കുന്ന ഇവള് കാണാറുണ്ടായിരുന്നു. അന്നേരം തന്നെ ഇവള് ആ പുറത്തിരുന്ന മൈക്ക് വഴി അകത്തുണ്ടായിരുന്ന ഡോക്ടേഴ്സിനോട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ ഇതിനു മുന്നേ സർജറിക്ക് മുന്നേ വരെയും ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞിട്ട് വിക്സിന്റെ മിഠായിയും ഗുളികയൊക്കെ കഴിക്കാറുണ്ടെന്നും അത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു അവന് ആസ്മയുടെ എന്തോ ഒരു ആരംഭമാണെന്നാണ് തോന്നുന്നത്. സോ നിങ്ങൾ ആ ഓക്സിജൻ ലെവലൊന്ന് മാറ്റി വെച്ച് നോക്കാനായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഡോക്ടർമാരെല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവന് ശ്വാസം മുട്ടൽ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ആ സർജറി നടത്താനും പറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ അമ്മയായിരുന്ന ആ നേഴ്സാണെങ്കിൽ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ഹീറോ അവരോട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മകനെ രക്ഷിച്ചത് ഇവള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സർജറി കഴിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നേഴ്സായിരുന്ന അവൻ്റെ അമ്മയാണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് സോറി പറയുന്നുണ്ടായിരുന്നു. അതിനവള് അതൊന്നും സാരമില്ലാന്നും എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ്റെ അമ്മയായിരുന്ന നേഴ്സില്ലേ അവർ ആ ഹോസ്പിറ്റലിലെ ഇൻചാർജ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നഴ്സുമാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഈ മന്ത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഏതൊക്കെ ഡേറ്റ്സിനാണ് ലീവ് വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ എനിക്ക് ലീവിൻ്റെ ആവശ്യമൊന്നുമില്ലാന്നും എനിക്ക് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അത്രയും നല്ലതാണെന്നും പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് പെട്ടെന്ന് ഹീറോ വന്നിട്ട് ഇവൾക്ക് ഈ മാസം 8-ാം തീയതി ലീവ് കൊടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനൊന്നും മനസ്സിലാകാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സാണെങ്കിൽ ഇവൾക്ക് എന്തിനാ 8-ാം തീയതി ലീവ് കൊടുക്കുന്നത്, അതും ഡോക്ടർ എന്തിനാ വന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഇവളൊന്ന് പുറത്ത് പോകാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും സത്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരെല്ലാവരും ഇതുവരെ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഹീറോ പോകുന്ന വഴിക്ക് ഹീറോയിനും പോയിട്ട് നിങ്ങളിത് എല്ലാവരോടും പറഞ്ഞോ, അതെന്താ ഇപ്പൊ പറഞ്ഞത്, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ആരോടും പറയുന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഇനി അതെന്തിനാ എല്ലാവരും ഇങ്ങനെ മറച്ചു വെക്കുന്നത്, നമുക്ക് 8-ാം തീയതി പുറത്ത് പോകാനേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണമെങ്കിൽ അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് വേറൊരാൾ നടന്നു വരുന്നത്. കണ്ട നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ലവറില്ലേ, അവളെ പോലെ തന്നെയാണ്. ഹീറോയിൻ ഇത് ആരാന്ന് പറഞ്ഞ് സ്റ്റക്കായി നിൽക്കുമ്പോഴായിരുന്നു ഹീറോയിൻ വന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് അവള് കാര്യം പറയുന്നത്, ഞാനിവിടെ പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടറാണെന്നും
ഈ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയുടെ എക്സ് ലവറിന്റെ ട്വിൻ സിസ്റ്റർ ആണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഹീറോയിന് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിലും അവൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയായിരുന്നു. എന്തായാലും ആ സീൻ കട്ട് ചെയ്ത് വരുന്നത് ഹീറോയെ ആ ഹോസ്പിറ്റലിന്റെ ഹെഡായിരുന്ന ആൾ വിളിച്ചിട്ട് ഈ മാസം 8-ാം തീയതി USA വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും അതിന് നീയും ഇപ്പം ഇവിടെ ജോയിൻ ചെയ്ത സ്വപ്ന എന്ന് പറഞ്ഞ ആ ഡോക്ടറാണ് പോകേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒഫീഷ്യൽ കാര്യമായതുകൊണ്ട് തന്നെ ഹീറോ തിരിച്ച് മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും ഈ 8-ാം തീയതി പോകുന്നു എന്നുള്ള കാര്യം ഹീറോയിനോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിൻ അതറിയുന്നത് മറ്റു നഴ്സുമാർ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇതെന്താ അവൻ ഇതെന്നോട് പറയത്തത്, ഇത് അവനോട് ചോദിക്കണമല്ലൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ അവനോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു കറക്റ്റായിട്ട് ആ സ്വപ്ന എന്ന് പറയുന്ന ആ ഡോക്ടർ, അതായത് നമ്മുടെ ഹീറോയുടെ എക്സ് ലവറിൻ്റെ അനിയത്തി നമ്മുടെ ഹീറോയുടെ മേലേക്ക് വന്ന് വീഴുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാകെ ദേഷ്യവും ഇതൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഇനി എങ്ങാനും ഇവനെ അടിച്ചുകൊണ്ട് പോകാനാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ തല പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് ഇവൾ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത്, 8-ാം തീയതി നമ്മൾ പുറത്തു പോകലെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ വേറെ, പേഴ്സണൽ മാറ്റേഴ്സ് വേറെ, അത് കാരണം തന്നെ എനിക്കിപ്പോൾ ഇതിനെക്കാട്ടിലും അതാണ് വലുതെന്നും മീറ്റിങ്ങിന് പോയേ പറ്റത്തുള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും നിന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്ന് നമ്മുടെ ഹീറോയിനോട് തുറന്നടിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിലും അവനിത് മുന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാരണം അവൾക്ക് അവനോട് തിരിച്ചൊന്നും പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയുടെ ചേച്ചിയോട് വന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയും ആ സ്വപ്ന എന്ന് പറയുന്ന ഡോക്ടറും നേരെ USA ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവരെ രണ്ടുപേരും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും അറിയിക്കാതെ തലയിൽ ഷോളൊക്കെ ഇട്ട് മൂടിയിട്ട് അവൻ്റെ ഒപ്പം തന്നെ ഫ്ലൈറ്റ് കയറി അവളും US പോകുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയും ആ പെൺകുട്ടിയും കൂടെ നടന്നു പോകുന്നൊക്കെ ഇവള് പുറകിൽ നിന്ന് കാണുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് അവിടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് തളർന്നു വീഴുന്നത്. ഇത് കാണുന്ന ഹീറോയിൻ ഓടിപ്പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹീറോയും ഇത് കണ്ട് അവിടേക്ക് വരുന്നിരുന്നത്. അവൻ ഉടനെ തന്നെ അയാൾക്ക് CPR കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഹീറോയിനെ കണ്ടെങ്കിലും അവൻ അന്നേരം ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഹീറോയിനോട് ഹീറോ കാര്യങ്ങൾ ചോദിച്ചിരുന്നത്. നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ അമേരിക്കയൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതി വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ലാതെ നിനക്കെന്നെ ഡൗട്ടായതുകൊണ്ട് എന്നെ വാച്ച് ചെയ്യാൻ വന്നതല്ലാലും ചോദിക്കുമ്പോൾ അവൾക്കാകെ ചമ്മി നാറിയൊരു അവസ്ഥയായിരുന്നു. എന്തായാലും അവൾ അവനോട് കാര്യം പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ സംശയമായിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ കൂടെ വന്ന ആ പെൺകുട്ടിയില്ലേ, അവളെ എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവളിനി നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ, അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ നമ്മുടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവനവളോട് ചേച്ചി ഇവിടെ എവിടെയോ എനിക്കൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവളും എന്നോടും ചേച്ചി പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അന്നേരം അവൻ അപ്പോൾ ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ട് നേരെ അവർ റൂമിലേക്ക് പോകുമ്പോഴാണ് അവിടെ വേറൊരു ട്വിസ്റ്റ്. അതായത് നമ്മുടെ ഹീറോയുടെ ചേച്ചിയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ റൂമായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. അത് നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അവളാകെ നാണം കുണുങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴായിരുന്നു ഹീറോ അത്രയ്ക്ക് അങ്ങോട്ട് നാണം കുണുങ്ങിയെന്ന് വേണ്ട, മര്യാദയ്ക്ക് വന്ന് കിടന്നുറങ്ങും, എനിക്ക് നാളെ മീറ്റിങ്ങിന് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നിട്ട് തിരിയുന്ന സമയത്തായിരുന്നു ഹീറോയുടെ ദേഹം തട്ടിയിട്ട് അവളിങ്ങനെ കട്ടിലേക്ക് വീഴുന്നത്. ഹീറോയും കൂടെ വീഴുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ അവൾ ഭയങ്കരമായിട്ട് നാണത്തിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ പേടിക്കണ്ട, ഞാൻ നിന്നെ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവള് അയ്യോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ കുളിക്കാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി ഓടുന്നുണ്ടായിരുന്നു. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഹീറോ കിടന്ന് ഉറങ്ങുന്നതാണ് അവൾ കാണുന്നത്. അവളും ഇത്ര പെട്ടെന്ന് ഇവൻ ഉറങ്ങിയോ, കുറച്ച് സമയം കൂടി സംസാരിക്കാനൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പറഞ്ഞിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനറിയാതെ ഒരു ഉമ്മ കൊടുക്കാനായിട്ട് അടുത്തേക്ക് വന്നെങ്കിലും എന്തോ അവൾക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ നേരെ അവൻ്റെ അടുത്തേക്ക് പോയി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ ഇങ്ങനെ ഉറങ്ങി എന്നുള്ള കാര്യം അവൻ അറിയുമ്പോൾ അവൻ കണ്ണു തുറന്ന് നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നുണ്ട്. പിറ്റേ ദിവസം അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നില്ലേ, അവിടേക്ക് നമ്മുടെ ഹീറോയിനും എല്ലാവരും കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ സ്വപ്ന എന്ന് പറയുന്ന ഡോക്ടർ നമ്മുടെ ഹീറോയിനെ ശ്രദ്ധിച്ചിരുന്നത്. നേരെ അവിടേക്ക് വന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവളോട് കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയും അവളും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. ഇത് കേട്ടപാടെ അവളാണെങ്കിൽ നിന്നെ ഇഷ്ടമാണെന്നുള്ളത് ഹീറോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമായിരുന്നു അവളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്. ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പ്രണയിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് വരെ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് തോന്നിയിട്ട് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലൊരു 1000 സംശയങ്ങളായി. എന്നെ ഒന്നുകൂടെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാലോ അവൻ എന്ത് പറയുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട്
മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കായിരുന്നു ഹീറോയിന് ഇത് ചോദിക്കാൻ വരുമ്പോൾ ചോദ്യം പറച്ചിലൊക്കെ നമുക്ക് തിരികെ പോയിട്ടാവാം, എന്തായാലും ഇനി ഇവിടെ നിന്ന് കറങ്ങുന്നത് ശരിയല്ല, നമുക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെയൊക്കെ ചേർന്നിട്ട് നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ഹീറോനാണെങ്കിൽ അവളുടെ ഡ്യൂട്ടിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയെ കാണാനായിട്ട് ആ സ്വപ്ന എന്ന് പറഞ്ഞ ഡോക്ടർ വന്നിട്ട് അവനോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചി മരിക്കുന്നതിന് തൊട്ട് മുന്നേ എന്നോടൊരു ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അവൾ മരിച്ചു പോയാലും നിങ്ങളുടെ കൂടെ ഞാൻ കാണണമെന്നുള്ള കാര്യം. പക്ഷേ അവൾ പോയിട്ടും നിങ്ങൾ അവളുടെ ഓർമ്മയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ക്രമേണ അവളെ മറന്നു കാണുന്നുള്ളത് എനിക്കറിയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ ചേച്ചിക്ക് കൊടുത്ത ആ ഒരു പ്രോമിസ് എനിക്ക് പാലിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാവോ? എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോയിനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവിടെ ഒന്ന് ഓടിപ്പോയിട്ട് പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടായിരുന്ന ആ ഡോക്ടർ അവളുടെ അടുത്തേക്ക് വരുന്നിട്ട്, നീ എപ്പോഴും നോക്കിയാലും അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ കാണുന്നത്, ഇത്രയും അവൻ എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നിർത്തുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവൾക്കാകെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് അവളെ പെട്ടെന്ന് വെച്ച് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട്, ഞാൻ നിന്നെ ഫസ്റ്റ് കണ്ടതിൻ്റെ അന്ന് മുതലേ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഇത് എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു, അത് കാരണമാണ് ഇത്രയും നാൾ ഞാനത് പറയാതിരുന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. അവൾക്കത് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. ആ സമയം തന്നെ അവൾ അവനോട്, ഞാൻ നിങ്ങളെ ഇന്ന് വരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നും എനിക്ക് അവനെ മാത്രമാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, എനിക്കറിയായിരുന്നു നിന്നിൽ നിന്ന് ഈ ഒരു മറുപടി വരുമെന്നുള്ള കാര്യം, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചൊന്നും എന്നെ സ്നേഹിക്കാനായിട്ട് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ എല്ലാം കൊണ്ട് ഒരുതരം വട്ട് പിടിച്ചൊരവസ്ഥയായിരുന്നു. പല കാര്യങ്ങൾ ആലോചിച്ച് നേരെ വീട്ടിലെത്തിയിട്ട് ഹീറോയോട് ഒരു കാര്യം തുറന്നു പറയാമെന്ന് കരുതി നേരെ അവൻ്റെ വീട്ടിലേക്ക് കയറിയിട്ട് അവനോട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇത് പറയാമെന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നത്. വേറൊന്നുമല്ല, എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ഓർക്കണമായിരുന്നു. ഞാൻ വെറും ഒരു നേഴ്സാണ്, പക്ഷെ നിങ്ങളോ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഡോക്ടറും. അത് കാരണം തന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ലാത്തവരാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും യോഗ്യത എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന ആ ഡോക്ടറായിരുന്ന ആ ഒരു പെൺകുട്ടി തന്നെയാണ്. അതാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷണലും നിങ്ങൾക്ക് ഒരു നിലയും വിലയുള്ളൊരു പെൺകുട്ടിയും കിട്ടും. അല്ലാതെ എന്നെപ്പോലെ ഒരു വിവരമില്ലാത്തൊരു നേഴ്സായിരിക്കുന്ന എന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വിലയും കൂടെ പോകുന്നുള്ള കാര്യം അവനോട് പറയുന്നുണ്ടായിരുന്നു. അവനും ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ.